5 മതിയോ ഉള്ളി? ഓംലെറ്റ് ഉണ്ടാക്കാനില്ലേ? അതിന് കണക്ക് നോക്കുന്നേ. 2-3 മുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് 5-6 ഉള്ളി എന്ന് പറയാൻ പറ്റുമോ? അല്ലെ 10 ഉള്ളി 20 ഉള്ളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധികമായി പോയാലോ? അധികമൊന്നും ആവത്തില്ല. കുഞ്ഞുള്ളി എത്ര കൂടിയെന്ന് ചൊല്ലി ടേസ്റ്റ് കൊടുത്തുള്ളൂ. അല്ലെ അങ്ങനൊന്നുമില്ല. അധികമായാൽ അമൃതും വിഷോ. അത് അമൃതല്ലേ? അത് ആരാണ്ടൊക്കെ ചുമ്മാതെ പറയുന്ന. ഇത് കുഞ്ഞുള്ളി എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല. അത് പോട്ടെ, പിന്നെ ഇവിടെ മിക്സിയിൽ അടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടെന്ത് എന്തൊക്കെ. എന്നിട്ട് മുട്ടയ്ക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് ഇച്ചിരി സാധനം എഴുതി. ഇത് എന്തൊക്കെ മിക്സിയിൽ അടിച്ചത് വേറെ ഏതാണ്ടൊക്കെ. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. നീ ഓംലെറ്റ് കാണുമ്പോ അത് മനസ്സിലാവും. അത് ഓംലെറ്റ് അല്ലെന്ന് മനസ്സിലാവും. വേറെ എന്തോ ദോശ പോലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിന്റെയാണോ ഈ ബഹളം? ഈ അയലത്തുള്ളവരെല്ലാം ഇറങ്ങി വന്ന് വീട്ടിലെ ചേച്ചിയൊക്കെ ഇറങ്ങി വന്ന് നോക്കും. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോ ഒരു ഓളം ഉണ്ടാവണം. നമ്മള് എല്ലാവരും അറിയണ്ടേ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാം. എത്ര നേരം ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് എത്ര നേരം വേണം? 5-10. ഞാൻ ഇത്ര ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ 15 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ. 15 മിനിറ്റ്. ഇത് 1.5-15 മിനിറ്റ് ആയി. എനിക്കറിയാം. എനിക്കറിയാം. വിനോദേട്ടന്റെ ഒരു ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ അത് ഇങ്ങനെ വൃത്തികേടായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറെ സമയം എടുക്കുക. അപ്പൊ നമ്മൾ പറയത്തില്ല, നമ്മൾ ഈ വേഗം ചെയ്യുന്നവരായതുകൊണ്ട് നമ്മളൊരു മതി, വെറുതെ സമയം പോകും, അവിടെ എല്ലാം വൃത്തിയേടാക്കി ഉണ്ടോ ഞാൻ ചെയ്തോളാം. നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അല്ലെ കൂടുതൽ സമയം എടുക്കുന്നത് നീ. ഇത് ബുദ്ധി തന്നെയാ. എന്തോ സാധനം പുസ്തകം